യോഗം ചേരുന്നുണ്ട് നാളെ. അപ്പം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പാർട്ടി എന്നുള്ള നിലയിൽ പ്രതികരിക്കും. അല്ല, ഇപ്പം പാർട്ടി ആലോചിച്ചിട്ട് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഞാനും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ദീർഘമായിട്ട് സംസാരിച്ചതാണ്, ഫോണിൽ സംസാരിച്ചതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പറയും. ഓക്കെ. അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ആഗ്രഹമുണ്ട്, അതല്ലാതെ മറ്റ് ഒന്നുമില്ല എന്നാണോ കരുതുന്നത്? അല്ല, അതൊന്നും ഞാനിപ്പം എൻ്റെ പ്രതികരണം പറഞ്ഞു. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം നിങ്ങളോട് പറയും. അല്ല, പാർട്ടി അദ്ദേഹത്തെ ഒരിക്കലും അധിക്ഷേപിക്കുകയില്ല. പാർട്ടിയുടെ ഒരു സ്വത്താണല്ലോ അദ്ദേഹം, പാർട്ടിയുടെ ഭാഗമാണല്ലോ. അതെല്ലാം ഇപ്പോൾ ഈ കൃത്രിമ അക്കൗണ്ടുകളെല്ലാം ഉണ്ടാക്കി, ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കി പാർട്ടിയുടെ ഒപ്പമുള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യത അടക്കമുണ്ട്. എന്തായാലും അത്തരം മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇപ്പം ഇത്രയാണ് പ്രതികരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ പേരെടുത്ത് പറയുന്നത് എളമരം കരീം, അതേപോലെ തന്നെ സജി ചെറിയാനുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിക്കുന്നത്. ഈ എളമരം കരീമിന്റെ റിപ്പോർട്ട് അത് ആ രീതി തന്റെ അഭിപ്രായം പോലും, തന്റെ ഒരു പ്രതികരണം പോലും ഇല്ലാത്ത റിപ്പോർട്ടാണ് അതിൽ വന്നത് സജിക്കെതിരായിട്ടെന്നാണ് നമ്മളിപ്പോഴേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു എളമരം കരീം ഒരു മുതിർന്ന നേതാവാണല്ലോ. അപ്പം അങ്ങനെ ആളുകളുടെ പേരെടുത്ത് ഒരു മുതിർന്ന നേതാവ്, 2 തവണ മന്ത്രിയായ ഒരു നേതാവ് പറയുകയാണ് CPM-ന്റെ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു 6 പതിറ്റാണ്ട് കാലം CPM-ന്റെ ഒരു നേതൃസ്ഥാനത്ത് ഇരുന്നൊരു നേതാവ് ഇങ്ങനെ പുറത്തു പോകേണ്ടി വന്നൊരു സാഹചര്യം, അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഇതിൽ അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം. മറ്റു കാര്യങ്ങൾ പാർട്ടി സംവിധാനം ഉണ്ടല്ലോ, പാർട്ടിയുടെ കമ്മിറ്റി നാളെ കൂടുന്നുണ്ട്, അവിടെ ആലോചിച്ചതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. പാർട്ടിയുമായി ആലോചിച്ച് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്.